അപ്പോൾ ഇനിയുള്ള എവിഷനിൽ ആകെ 3 ആളേ ഉള്ളൂ, ജിൻഡോ, അർജുൻ, ജാസ്മിൻ. ഇനി ഇവരിൽ ആരാണ് ഔട്ടാവുന്നതെന്ന് കാണാനാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അപ്പോൾ ഇനി സെക്കൻഡ് റണ്ണർ അപ്പിനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഗാർഡൻ ഏരിയയിലേക്ക് പോകാൻ പറയുന്നുണ്ട് എല്ലാവരോടും. അപ്പോൾ അവിടെ 3 കൂടുകളുണ്ടാവും. അപ്പോൾ ആ കൂടുകളിൽ അവരോട് കയറിയിരിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരോടും പറയുന്നുണ്ട് മുന്നിലത്തെ ഗേറ്റ് നോക്കി ഇരിക്കണം, വാതിൽ നോക്കിയിരിക്കണം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് മല്ലന്മാർ വരും. അപ്പം ആ ഗേറ്റിൽ ആ കൂട് എടുത്തു കൊണ്ടുപോകുന്നത് ആരെ കൂടാണ് എടുത്തു കൊണ്ടുപോകുന്നത് അവരായിരിക്കും എവിക്റ്റഡ് ആയി പോകുന്നത്. അപ്പോൾ കുറേ മല്ലന്മാർ വന്നിട്ട് ഇവരെല്ലാം കാണുന്നത് ഈ കൂടിലിരിക്കാൻ പറ്റുന്നില്ല, എല്ലാവർക്കും ചെറിയ കൂടാണ്. അപ്പോൾ അത് കഴിഞ്ഞ് മല്ലന്മാർ വന്നു. അപ്പോൾ എല്ലാവരുടെ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഒരു ആകാംക്ഷയോടെ ആര് പോകുന്നുള്ളൊരു ഭയങ്കര എന്താ പറയുക ഒരു മുൾമുനയിൽ നിർത്തിയ നിമിഷങ്ങളായിരുന്നു. അപ്പോൾ എല്ലാവരും അരുവത്തും പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ എല്ലാവർക്കും ടെൻഷനുണ്ട്. അപ്പോൾ ജാസ്മിൻ്റെ അരുവത്ത് പോകുമ്പോൾ റസ്മിന് ഭയങ്കര ടെൻഷനാണ്. റസ്മിൻ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് ആദ്യം ജിൻഡോനെ എടുത്ത് പൊക്കും. അപ്പോൾ എല്ലാവർക്കും ജിൻഡോനെ എടുത്ത് പൊക്കിയിട്ട് കുറച്ച് മുന്നോട്ട് വരും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എത്തുമ്പോൾ എല്ലാവരും അർജുനും ജാസ്മിനും ഒന്നും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പുറത്ത് അതായത് സ്റ്റേജിലിരിക്കുന്ന ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനും അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അവരിങ്ങനെ അതെങ്ങനെ അഭിഷേകം വായു പൊത്തിയിട്ട് ഇതെങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അർജുൻ പറയുന്നുണ്ട് അതൊക്കെ അത് തിരിച്ചു വരും, അത് ജസ്റ്റ് ആൻ ആക്റ്റീവ് ആണ്, നോയിക്കോ തിരിച്ചു വരും. അപ്പോൾ അതുപോലെ തന്നെ ജിനുവിനെ തിരിച്ചു കൊണ്ടാക്കുന്നുണ്ട്. പിന്നെ എടുക്കുന്നത് ജാസ്മിനെയാണ്. ജാസ്മിനെ അങ്ങനെ എടുത്ത് മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പോൾ അർജുൻ പറയും ഇല്ലടാ അത് തിരിച്ചു വരും, ഞാനായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജിൻഡോനെ അവിടെ തിരിച്ചു വെച്ചപ്പോൾ അൻസിബി എല്ലാവരും കൈയടിക്കുന്നുണ്ട്. ശരണി ഇങ്ങനെ പവർ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ജിൻഡോപ്പൻ എപ്പം കാണിക്കുന്നത് ഒരു ആക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പം പിന്നെ ജാസ്മിനെ തിരിച്ചു വെച്ചപ്പോൾ ജാസ്മിൻ്റെ ഉപ്പക്ക് ഒരു സന്തോഷമുണ്ട്. അതങ്ങനെയാണല്ലോ. അപ്പോൾ അർജുനും എടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് അർജുനാണെന്ന്. പക്ഷേങ്കിൽ ജിൻഡോനോട് അടുത്ത് നിൽക്കുന്ന വോട്ടിങ് അർജുനുണ്ടായിരുന്നു. അതുകൊണ്ട് ഏകദേശം ജാസ്മിനാ പോകുമെന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ ജാസ്മിൻ്റെ അടുത്ത് പോകുമ്പോഴൊക്കെ റസ്മിന് ഭയങ്കര ടെൻഷനുണ്ട്. അപ്പോൾ പിന്നെ പോയത് ആദ്യം ജാസ്മിനെ തന്നെ എടുത്തു പോയി. അപ്പോൾ ജാസ്മിൻ പറഞ്ഞ് ഞാൻ തന്നെ അവിടെ ഉറപ്പാന്ന് പറയുമ്പോഴേക്ക് ജാസ്മിൻ്റെ അടുത്ത് പോയിരുന്നു. അപ്പോൾ എല്ലാവരോടും ടാറ്റ പറഞ്ഞ് ഇടാം പോട്ടെ എന്നൊക്കെ ചോദിച്ചാൽ ജാസ്മിൻ നല്ല കൂളായിട്ടാണ് പോകുന്നത്. കാരണം ടോപ്പ് 5 ആണല്ലോ, അതിൽ സെക്കൻഡ് റണ്ണറപ്പ് തന്നെ അത്ര മോശമുള്ളതൊന്നുമല്ല. അപ്പം ജാസ്മിൻ്റെ വാപ്പക്കൊക്കെ സന്തോഷമാണ്. അപ്പോൾ ജാസ്മിൻ അവിടത്തേക്ക് എത്തി. അപ്പോൾ കൂടുതലായിട്ട് ഇങ്ങനെ പണ്ടത്തെ മെമ്മറീസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് കാണിക്കുന്നത് ഗബ്രിയായിട്ടുള്ള കോംബോ മെമ്മറീസാണ്. അതൊക്കെ ജാസ്മിൻ്റെ ഉപ്പ എങ്ങനെ താങ്ങുമെന്നറിയില്ല അവിടെ ഇരുന്നിട്ട് അതൊക്കെ കാണുമ്പോൾ. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് അവൻ്റെ അനിയനെ കണ്ടതിനുള്ള സന്തോഷമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും ആൾക്കാരൊക്കെ ഉണ്ടല്ലേ എനിക്ക് എന്തുപോലെയാണെന്ന് എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് കണ്ണെന്നൊക്കെ വെള്ളം വരുന്നുണ്ട്. ജാസ്മിന് പൊതുവേ അങ്ങനെയാണല്ലോ. അപ്പോൾ ഗബ്രിയാനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ജാസ്മിൻ്റെ ഉപ്പക്ക് അത്ര വലിയ പിടിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ പിന്നെ അനിയനെ പറ്റി പറയുമ്പോൾ അനിയനും കരയുന്നുണ്ട്. അപ്പോൾ കരയല്ലടാ ഞാനും കരയുമെന്ന് ജാസ്മിൻ പറയുന്നുണ്ട്. അപ്പോൾ റണ്ണറപ്പ് ട്രോഫിയും മൈജീൻ്റെ സമ്മാനവും മേടിച്ചിട്ട് തിരിച്ച് അവിടെ പോയിരിക്കുമ്പോൾ അനിയനെ കെട്ടിപ്പിടിച്ച കരയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഫസ്റ്റും സെക്കൻഡുമാണ് അറിയണം. ഫസ്റ്റ് കിട്ടിയത് ജിൻഡപ്പനാണ്, സെക്കൻഡ് കിട്ടിയത് അതായത് അർജുനാണ്. അപ്പോൾ കൂടുതൽ വീഡിയോ ആയിട്ട് കാണാം. ബൈ.